ഷാഫി പറമ്പിലും താനും ഒരുമിച്ച് പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ VK ശ്രീകണ്ഠൻ. കോഴിക്കോട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിനെത്തിയപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പിലിനെ അഖിലേന്ത്യാ തലത്തിലേക്ക് AICC പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വടകരയിൽ ഷാഫിയെ മത്സരിക്കാൻ നിയോഗിച്ചത്. പാലക്കാട് ഇത്തവണ UDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. എന്തായാലും പാലക്കാട് UDF-ന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ ശ്രീകണ്ഠൻ ചേരുന്നു. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ പാലക്കാടിനെ സംബന്ധിച്ച്? 100% വിജയിക്കും. കഴിഞ്ഞ തവണത്തെ വിജയം UDF പാലക്കാട് ഇത്തവണ ആവർത്തിക്കും, ഒരു സംശയമില്ല. മറ്റൊന്ന് BJP പ്രതീക്ഷ വയ്ക്കുന്നു, CPIM പ്രതീക്ഷ വയ്ക്കുന്നു. അവിടെ സ്വാഭാവികമായും അത് UDF-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും. മാത്രമല്ല ചില സർവേ ഫലങ്ങളെങ്കിലും പറയുന്നത് ഇത്തവണ പാലക്കാട് UDF-ന് നഷ്ടപ്പെടുമെന്നാണ്. LDF പ്രതീക്ഷ വെക്കുന്നു, BJP പ്രതീക്ഷ വെക്കുന്നു, UDF വിശ്വാസം അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടാവണം. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവും. സർവേ ഫലങ്ങളൊക്കെ 2019 വന്നത് നിങ്ങൾ കണ്ടതാണ്. അതിനെല്ലാം അപ്രസക്തമായി ജനങ്ങളുടെ ഒരു സർവേ ഉണ്ട്, അത് ജൂൺ 4 വരും. ഈ AV ഗോപിനാഥിനെ പോലുള്ളവർ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ രൂക്ഷമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആലത്തൂരിലടക്കം രമ്യ ഹരിദാസിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പാലക്കാട് നിയമസഭാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമോ? ഉറപ്പായിട്ടും വേണ്ടി വരും. ഒരു ബൈ ഇലക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. ഷാഫി പറമ്പിലിന് പകരം ഒരു സ്ഥാനാർത്ഥിയൊക്കെ കണ്ടെത്തി അഖിലേന്ത്യാ തലത്തിലേക്ക് AICC പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വടകരക്കാർ ഷാഫിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പാലക്കാടുകാർ വിശ്വസിക്കുന്നത്. പാലക്കാട് ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, UDF വിജയിക്കും ചെയ്യും. ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും പാർലമെൻറ്റിൽ ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ ഇത്രയും നാളും അസംബ്ലിയിൽ ഒരാളും പാർലമെൻറ്റിൽ ഒരാളായിരുന്നു. ഇനി ഞങ്ങൾ രണ്ടുപേരും പാർലമെൻറ്റിൽ ഒരുമിച്ചുണ്ടാവും. എന്തായാലും VK ശ്രീകണ്ഠൻ വലിയ ശുഭപ്രതീക്ഷയിലാണ്. അദ്ദേഹം പറയുന്നത് പാർലമെൻറ്റിൽ തനിക്കൊപ്പം ഇത്തവണ വടകരയിൽ നിന്നും ഷാഫി പറമ്പിലും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. CAA-ക്കെതിരെ CPM-ന്റെ ബഹുജന റാലിക്ക് പിന്നാലെ UDF-ഉം റാലിക്കൊരുങ്ങുന്നു. CPM അനുകൂല കൂട്ടായ്മയായ ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന ബഹുജന റാലി